റീജിയണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിഗ്നോമെട്രി പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിഗ്നോമെട്രി പാർട്ട് 1-ൽ മെഷർമെൻറ്റ് ഓഫ് ആംഗിളും ക്വാഡ്രൻസ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് പൈതഗോറസ് തിയറത്തെക്കുറിച്ചും ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So the contents are Pythagoras theorem and trigonometric ratios. First of all, Pythagoras theorem. നമുക്കറിയാം, ഒരു മട്ടത്രികോണം, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ അഥവാ ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തെയാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഏതൊക്കെയാണ് അതിൻ്റെ സൈഡുകൾ എന്ന് നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ആദ്യം വേണ്ടത്, ഫസ്റ്റ് പോയിന്റ് ഇസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് വേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഹാവ് എ റൈറ്റ് ആംഗിൾ. ഒരു റൈറ്റ് ആംഗിൾ വേണം, അതായത് 90 ഡിഗ്രിയിലൊരു ആംഗിൾ. ദെൻ ബേസ് അഥവാ പാദം എന്ന് പറയും. പിന്നെ ഒരു പെർപെൻഡിക്കുലർ വേണം, പെർപെൻഡിക്കുലർ അഥവാ ലംബം. ആൻഡ് ഹൈപ്പോടെന്യൂസ്, ദാറ്റ് ഈസ് കർണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 3 ഭാഗങ്ങളാണ് പാദം, ലംബം, കർണം. ദാറ്റ് ഈസ് ബേസ്, പെർപെൻഡിക്കുലർ ആൻഡ് ഹൈപ്പോടെന്യൂസ്. ഇതിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായി കാണുന്ന സൈഡിനെയാണ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്. ചിത്രത്തിലേക്ക് നോക്കൂ. 90 ഡിഗ്രി അതിന് ഓപ്പോസിറ്റായിട്ട് എതിർവശമായി കാണുന്നതാണ് ഹൈപ്പോടെന്യൂസ്. എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായി കാണുന്ന സൈഡിനെ നമ്മൾ ഹൈപ്പോടെന്യൂസ് എന്ന് വിളിക്കും. കർണം ഇതായിരിക്കും ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ വശവും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസ് ആയിരിക്കും. മറ്റ് 2 വശങ്ങളും ഹൈപ്പോടെന്യൂസിനേക്കാളും ചെറുതായിരിക്കും, അതായത് ബേസും പെർപെൻഡിക്കുലറും. ദെൻ എന്താണ് പൈതഗോറസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ദ പൈതഗോറസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് the square of the length of hypotenuse is equal to the sum of squares of the lengths of other 2 sides of the right angled triangle. The square of the length of hypotenuse, ഹൈപ്പോടെന്യൂസിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് അതർ 2 സൈഡ്സ്. മറ്റ് 2 സൈഡുകളുടെയും ലെങ്ത്തിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിന് ഈക്വലാണ്. അതായത് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്ന വലതുവശം ലഭിക്കണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെയും സ്ക്വയറുകൾ എടുത്ത് ആഡ് ചെയ്യണം. ബേസിൻ്റെ സ്ക്വയർ എടുക്കുകയും പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയറും എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഹൈപ്പോടെന്യൂസ് അല്ല ലഭിക്കുക, ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ ആണ് ലഭിക്കുന്നത്. ഓക്കെ, ചിത്രത്തിലേക്ക് നോക്കൂ. ബേസിൻ്റെ സ്ക്വയർ എടുത്ത് അതേപോലെ പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയർ എടുത്തു. അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വശമായ ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ ലഭിക്കും. ഓക്കെ, സോ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയറും ബേസിൻ്റെ സ്ക്വയറും തമ്മിൽ പ്ലസ് ചെയ്തത്, സം ചെയ്തത് അല്ലെങ്കിൽ ആഡ് ചെയ്തതാണ്. ഓക്കെ, ദെൻ പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് ഈ പിക്ചറിലൂടെ ഒന്ന് വ്യക്തമായിട്ടത് എന്താണെന്ന് നോക്കാം. വി ക്യാൻ ഫൈൻഡ് തേർഡ് സൈഡ് ഇഫ് അതർ സൈഡ്സ് ആർ ഗിവൺ. 2 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ സാധിക്കും ആസ് പെർ ദ പൈതഗോറസ് തിയറം. ദാറ്റ് ഈസ് ഇഫ് 2 sides are given, then we can find the third side of a right angled triangle. ഒരു മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തന്നാൽ നമുക്ക് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ സാധിക്കും.
നോക്കൂ, ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഏതാണ് സി എന്ന് പറഞ്ഞ വശം? ഇതിൽ ഏറ്റവും വലിയ വശമാണ് സി എന്ന് പറയുന്നത് ചിത്രത്തിൽ, അതല്ലേ? അതിനെ നമ്മൾ ഹൈപ്പോടെന്യൂസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റ് രണ്ട് വശങ്ങൾ എ ബി എന്ന് പറയുന്നത് ചെറിയ വശങ്ങളാണ്, ദാറ്റ് ഈസ് ബേസും പെർപെൻഡിക്കുലറും. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബേസ് എന്ന് പറഞ്ഞവയുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഹൈപ്പോടെന്യൂസ് ലഭിക്കുക. അതാണ് ഇക്വേഷനിൽ പറഞ്ഞത്. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു, സി എന്ന് പറഞ്ഞ വലിയ സൈഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറഞ്ഞ സൈഡിൻ്റെ സ്ക്വയറും ബി എന്ന സൈഡിൻ്റെ സ്ക്വയറും എടുത്ത് ആഡ് ചെയ്യുക. ഇനി ആ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലെ ലാസ്റ്റ് ലൈൻ നോക്കൂ. സി ഈസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്താണത്? ഫസ്റ്റ് ഇക്വേഷനെ നമ്മളിപ്പോൾ പറഞ്ഞ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് സിയുടെ സ്ക്വയർ ആണ്. എന്നിട്ട് അതിൽ നിന്നും സി ലഭിക്കണമെങ്കിൽ റൂട്ട് എടുക്കണം എന്നാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ നിന്ന് സി ലഭിക്കണമെങ്കിൽ ആ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നതിനോട് കൂടി ഒരു റൂട്ട് എടുക്കണം. ഓക്കെ, ദെൻ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സിമിലർലി ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? രണ്ട് വശങ്ങൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ, അതിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തപ്പോൾ വലിയ വശം ലഭിച്ചു. ഇനി നിങ്ങൾ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. വലിയ സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ചെറിയ വശമാണ് ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതായത് മൈനസ് ചെയ്യുക, കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ. എ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്ന വശം ഏറ്റവും വലിയ വശമാണോ? അല്ല, സി എന്ന വശമാണ് വലുത്. ഹൈപ്പോടെന്യൂസ് അഥവാ കർണമാണ് ഏറ്റവും വലുത്. അപ്പോൾ ആ വലിയതിൻ്റെ സ്ക്വയറിൽ നിന്ന് നെക്സ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പോൾ എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വലിയതിൻ്റെ സ്ക്വയറിൽ നിന്ന് ബിയുടെ സ്ക്വയർ മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്താൽ നമുക്ക് എയുടെ സ്ക്വയർ ആണ് ലഭിക്കുക. അത് എ ആക്കി മാറ്റണമെങ്കിൽ എന്തിടണം? റൂട്ട് ഇടണം. സോ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ദെൻ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നും കാണാം. അപ്പോൾ ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു സ്മോളസ്റ്റ് സൈഡാണ്. സി ആണ് ഏറ്റവും ലാർജസ്റ്റ് സൈഡ്. സോ സിൻ്റെ സ്ക്വയറിൽ നിന്ന് എയുടെ സ്ക്വയർ ആണ് കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് ബി ലഭിക്കും. മനസ്സിലായല്ലോ? ദിസ് ഈസ് പൈതഗോറസ് തിയറം. As per the Pythagoras theorem, we can calculate some problems. Find out the third side of the triangle. എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തേർഡ് സൈഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബേസ് എന്ന് പറയുന്നത് അഥവാ പാദം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ 12 ആണെന്ന് തന്നിട്ടുണ്ട്. ലംബം അഥവാ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുള്ളത്. ദെൻ 90 ഡിഗ്രി കോണിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡായ ഹൈപ്പോടെന്യൂസിൻ്റെ വാല്യൂ തന്നിട്ടില്ല, പകരം സി എന്ന് ജസ്റ്റ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ദി ഇക്വേഷൻ സ്റ്റാർട്ടിങ് വിത്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കി രണ്ട് ചെറിയ സൈഡിൻ്റെയും സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യണം. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. ഇനി പുട്ട് ഇൻ വാട്ട് വി നോ. എന്താണ് നമുക്കറിയാം, അത് അപ്ലൈ ചെയ്ത് നോക്കൂ. എ എന്താണ്? എ തന്നിരിക്കുന്നത് 5 ആണ്. ബി എന്താണ്? 12 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എയും ബിയും ഒക്കെ മാറാം. എ പറയുന്നിടത്ത് ബിയും ബി തന്നിടത്ത് എയും ഒക്കെ ആവട്ടോ. പക്ഷേ എന്നാലും ആഡ് ചെയ്യാന്നുള്ള ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ഇനി തൊട്ട് താഴത്ത് നോക്കൂ. കാൽക്കുലേറ്റ് ദ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്ര? 25. ദെൻ വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് 12? 144. Therefore 25 plus 144 is equal to c square.
എത്രയാണ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്? 25 + 144 = 169. അതായത് 169 എന്ന് പറയുന്ന വാല്യൂ സിയുടെ സ്ക്വയർ ആണ്. സോ 169 = c². സ്വാപ്പ് സൈഡുകൾ സ്വാപ്പ് ചെയ്യുന്നു. c² = 169 എന്ന് എഴുതുന്നു, തിരിച്ചെഴുതിയത്. ഓക്കെ, ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുന്നു. ദാറ്റ് സി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. റൂട്ട് 169 = c = 13. 169ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 13 ആണ്, 13. 169ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 13. സോ we can get the third value, that is the hypotenuse is 13 centimeter. ഇവിടെ സെൻറ്റിമീറ്റർ ഒന്നും തന്നിട്ടില്ല, സോ the value will be 13. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. ഇതിലെന്താണ്? ബേസ് തന്നിട്ടില്ല അല്ലേ? ഫൈൻഡ് ഔട്ട് ദ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതൊക്കെ വാല്യൂ തന്നിട്ടുള്ളത്? നമുക്ക് ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് 15 ആണെന്ന്, പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട് 9 ആണെന്ന്, ബേസ് തന്നിട്ടില്ല. ബേസിൻ്റെ വാല്യൂ ബി എന്ന് എഴുതിയിരിക്കുകയാണ്. സോ നമുക്കറിയുന്ന ഫസ്റ്റ് ഇക്വേഷൻ a² = b², a² + b² = c² എന്നാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മറ്റേത് കുറയ്ക്കുക, മൈനസ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഈ a² = b² എന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ കിട്ടാത്ത വാല്യൂവിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി വാല്യൂസ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാലും മതി. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിലെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? a² + b² = c². ആ ഇക്വേഷൻ അങ്ങ് എഴുതുന്നു. എന്നിട്ട് a² എത്രയാണ് തന്നിട്ടുള്ളത്? 9 ആണ് എയുടെ വാല്യൂ, സോ 9² പ്ലസ് ബിയുടെ വാല്യൂ തന്നിട്ടില്ല, സോ b² എന്ന് എഴുതുന്നു. = c എന്ന് പറഞ്ഞാൽ 15 ആണ്, സോ 15². ഇനി 9ൻ്റെ സ്ക്വയർ ആണ് 81, സോ 81 + b² = 224. ആ b² അതുപോലെ താഴേക്ക് എടുത്തെഴുതുകയാണ്. ഇപ്പം നോക്കൂ, ഇതിലെന്തൊക്കെയാണ് വാല്യൂസ് ആയിട്ടുള്ളത്? 81ഉം 225ഉം. ബി എന്ന് പറയുന്നത് ഒരു ലെറ്ററാണ്, സോ ബീനെ നമ്മൾ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ബിയുടെ സ്ക്വയർ അവിടെ നിർത്തിയിട്ട് 81നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ലൈൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 81 - 81 + b², ആ ലൈൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസറിലോട്ട് പോകാം അല്ലേ? നമുക്ക് കൺഫ്യൂഷൻ വരും ചിലപ്പോൾ. ബോത്ത് സൈഡിലും 81 കൊണ്ട് മൈനസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ എളുപ്പം എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബീൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്തുള്ള 81നെ 225ൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത് മൈനസ് ആയി പോവും. അപ്പോൾ 225 - 81 എന്നാവും. പ്ലസ്സിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവുന്നതല്ലേ? സോ b² എന്ത് ചെയ്തു? 144 എന്ന് ലഭിച്ചു. 225ൽ നിന്ന് 81 മൈനസ് ചെയ്തപ്പോൾ 144 ലഭിച്ചു. സോ b² 144 ആണെങ്കിൽ b എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടായിരിക്കും. സോ റൂട്ട് ഓഫ് 144 = 12. സോ ദ വാല്യൂ വിൽ ബി 12. ഓക്കെ, ഇനി നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പൈത്തഗോറസ് തിയറം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പൈത്തഗോറസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് പല വാല്യൂസും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പൈത്തഗോറസ് തിയറം എന്താണ്, എങ്ങനെയാണ് അതിൽ സൈഡ്സ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ദെൻ ഇത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ട്രിഗ്നോമെട്രിയിൽ ഏതൊക്കെ റേഷ്യോസ് ആണുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണിത്. ട്രിഗ്നോമെട്രിയിൽ സൈൻ, കോസൈൻ, ടാൻജൻറ്റ്, കൊസീക്കൻറ്റ്, സീക്കൻറ്റ്, കോട്ടൻറ്റ്, ഇങ്ങനെ 6 റേഷ്യോസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സൈൻ, കോസൈൻ, ടാൻജൻറ്റ്, കൊസീക്കൻറ്റ്, സീക്കൻറ്റ്, കോട്ടൻറ്റ്. പക്ഷേ യഥാർത്ഥ പേരുകൾ ഇതൊക്കെയാണെങ്കിലും ഇവയെ നമ്മൾ ചുരുക്കിയിട്ട് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് എന്ന് വിളിക്കും. കൊസീക്കിനെ CSC എന്ന് പലരും പറയാറുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പഠിക്കേണ്ടത് സൈൻ, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് എന്നാണ്.
സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, അപ്പോൾ ഈ 6 വാല്യൂസും ഈ 6 റേഷ്യോസും എന്താണ്, എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. നോക്കൂ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ട് അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടും ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ബേസിനെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസിനെ ബി എന്നും പെർപെൻഡിക്കുലറിന് പി എന്നും ഹൈപ്പോട്ടിനസിനെ എച്ച് എന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു റെപ്രസെൻറ്റേഷൻ കൂടി ഇവിടെ ആംഗിളിൽ കാണുന്നുണ്ട്. അതിനെന്താ വായിക്കുക? ദാറ്റ് ഈസ് തീറ്റ. ഒരു 0 ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിനെ വായിക്കുന്ന എന്താണ്? തീറ്റ. സോ ഈ ആംഗിള് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സൈനും കോസും ടാനും ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക്ക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ. എന്താണ് തീറ്റ എന്ന് പറഞ്ഞത്? ഇറ്റ്സ് എ സ്പെസിഫിക് ആംഗിൾ. ഇറ്റ് മേ ബി 30, 40, 50 ഏത് ആംഗിൾ വേണമെങ്കിലും ആകാം. 40 എന്നുള്ള ആംഗിളിന് നമ്മൾ ഒരു അസംഷൻ കൊടുത്തതാണ് തീറ്റ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞെടുക്കാറില്ലേ സാധാരണ, അതുപോലെ ഒരു വാല്യൂ ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ആ ആംഗിളിൻ്റെ സൈൻ വാല്യൂ എത്രയാണ് എന്നാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ കോസ് വാല്യൂ എത്രയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ടാൻ വാല്യൂ എത്രയാണ്. അതേപോലെ കൊസീക്ക്, സീക്ക്, കോട്ട് തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ റെസ്പോണ്ടിങ് കൊസീക്ക് എത്രയാണ്, സീക്ക് എത്രയാണ്, കോട്ട് എത്രയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൗ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സൈൻ തീറ്റയെ കുറിച്ചാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നോക്കൂ, ആ ചിത്രത്തിൽ നോക്കൂ, എന്താണ്? തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾ കൂടാതെ ഒരു ആംഗിൾ ഉള്ളത് തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നോക്കൂ, ഏറ്റവും വലിയ വശമായിട്ടുള്ള, അതായത് ചെരിഞ്ഞ വരെയുള്ള ഹൈപ്പോട്ടന്യൂസ്, അതുപോലെ ഹൈപ്പോട്ടന്യൂസ് എന്ന പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി തീറ്റ എന്ന ആംഗിളിൻ്റെ തൊട്ടടുത്ത് അഡ്ജസൻ്റ് ആയിട്ട് കാണുന്ന വശത്തെ നമ്മൾ അഡ്ജസൻ്റ് സൈഡ് എന്ന് വിളിക്കും. അതായത് തീറ്റയുടെ അഡ്ജസൻ്റ് സൈഡ്. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ബേസ് ആണത്. പക്ഷേ തീറ്റ എന്ന ആംഗിളിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വശമാണ്. ദാറ്റ് ഈസ് അഡ്ജസൻ്റ് സൈഡ്. ദെൻ തീറ്റയ്ക്ക് എതിരെ കാണുന്ന വശത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. തീറ്റയുടെ തൊട്ടടുത്ത് കാണുന്ന വശത്തെ അഡ്ജസൻ്റ് സൈഡ് എന്നും തീറ്റയുടെ ഓപ്പോസിറ്റ് എതിരെ കാണുന്ന വശത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്നും ഇനി ഹൈപ്പോട്ടന്യൂസ്, അത് ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇനി തീറ്റയ്ക്ക് അടുത്ത് ഹൈപ്പോട്ടന്യൂസ് ഉണ്ടല്ലോ, അതെന്താ അഡ്ജസൻ്റ് സൈഡ് ആവാത്തതെന്ന് വിചാരിക്കരുത്. ഹൈപ്പോട്ടന്യൂസിന് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് എന്ന് തന്നെയാണ് പറയാറ്. ദെൻ അതിനൊക്കെ ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഹൈപ്പോട്ടന്യൂസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്ന ആംഗിളിൻ്റെ സൈൻ വാല്യൂ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ്? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 സെൻറ്റിമീറ്റർ. കാരണം ഹൈപ്പോട്ടന്യൂസ് 4 സെൻറ്റിമീറ്റർ ആണ്, ഓപ്പോസിറ്റ് സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. സോ 4 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0.8 ആണ് വാല്യൂ. സൈൻ തീറ്റ എന്ന് പറയുന്നത് 0.8. ഗോട്ട് ഇറ്റ്? ഇതുപോലെ മറ്റ് ഓരോ വാല്യൂസിനും 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസിനും ഒരു ഇക്വേഷൻസ് ഉണ്ട്. അത് നമ്മൾ ബൈ ഹാർട്ടാക്കി വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സിമിലർലി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ ലഭിക്കും. തീറ്റയുടെ അഡ്ജസൻ്റ് സൈഡിനെയാണ് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോസ് ലഭിക്കും. ഓക്കെ,
അതായത് ഇവിടെ ഈ 2 പോയിന്റിലും ഹൈപ്പോട്ടന്യൂസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കൂ, അതിൽ ഹൈപ്പോട്ടന്യൂസിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, പകരം ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസൻറ്റ് സൈഡിനെയും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടാൻ ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഒന്നുകൂടി പറയാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. തീറ്റയുടെ സൈൻ വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചാൽ അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തീറ്റയുടെ ടാൻ വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ സൈനിലും കോസിലും ഹൈപ്പോട്ടന്യൂസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. എന്നാൽ ടാനിൽ എന്താണ് ഹൈപ്പോട്ടന്യൂസ് ഉപയോഗിക്കുന്നേ ഇല്ല, ഈ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ആണ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് 3 റേഷ്യോസ് ഏതൊക്കെയാണ്? കൊസീക്ക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ. കൊസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇത് ചെയ്യുമ്പോൾ എല്ലാതും കൂടിയിട്ട്. പക്ഷേ ഒരു എളുപ്പ മാർഗമുണ്ട്. കൊസീക്ക് തീറ്റയും ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കൂ, സൈൻ തീറ്റയും. എന്താണ്? കൊസീക്ക് തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ആ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള സൈൻ തീറ്റയുടെ 2 വാല്യൂസും തിരിച്ചിട്ടതല്ലേ കൊസീക്ക് തീറ്റ എന്ന് പറയുന്നത്. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. പക്ഷേ കൊസീക്ക് നോക്കൂ, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റിൻ്റെ അതായത് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്കും പോയി. അതാണ് കൊസീക്കിൽ വന്നപ്പോൾ മാറ്റം വന്നത്. ഇനി സീക്ക് തീറ്റ നോക്കൂ, വാട്ട് ഹാപ്പൻ ടു ദ adjacent side, hypotenuse divided by adjacent side. കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് അല്ലേ, കോസിനെ ഓപ്പോസിറ്റ് എന്നല്ല പറയുക, കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പോയിന്റ് നോക്കൂ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. എന്നാൽ അതിനെ നേരെ റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിൽക്രമം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആവും. അതാണ് സീക്ക് തീറ്റ. നെക്സ്റ്റ് കോട്ട് തീറ്റ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോട്ട് തീറ്റ ഏതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കാം? ഇറ്റ് വിൽ ബി ദ റെസിപ്രോക്കൽ ഓഫ് ടാൻ തീറ്റ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് ദ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇനി ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം ഒന്നും കൂടി എഴുതിയിരിക്കുകയാണ്. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് പഠില്ല. ജസ്റ്റ് റെഫർ ഇൻ എ ബുക്ക്. ഒരു ബുക്കിൽ എഴുതി തന്നെ പഠിക്കണം, എന്നാലേ വ്യക്തമായിട്ട് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നോക്കൂ, അതിലെ ലാസ്റ്റ് 3 പോയിന്റ് നോക്കൂ. ഈ പേജിലെ ലാസ്റ്റ് 3 പോയിന്റ്സ്. 1/sin തീറ്റ. എന്താണ് 1/sin തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്നാണ്. 1/sin തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് ലഭിച്ചു നമുക്ക്? കൊസീക്ക് തീറ്റ അല്ലേ? ഫസ്റ്റ് പോയിന്റ് സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. അതിൽ നിന്ന് 4th പോയിന്റ് എത്തിയപ്പോൾ കൊസീക്ക് തീറ്റ എന്ന് പറയുക ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതിനെ വിൽക്രമം ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. അതിനെയാണ് 1/sin തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക്ക് തീറ്റ. അതേപോലെ കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ. ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. സോ 1/sin തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് തീറ്റ, 1/cos തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ, 1/tan തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഇനി ഈ പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് സൈൻ 30 ആൻഡ് കൊസീക്ക് 30. ഇതിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ന കാര്യം. സൈൻ 30 ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ 30 നമുക്കറിയാം, സൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സൈൻ 30 നോക്കൂ, ആംഗിൾ 30, ചിത്രത്തിൽ ആംഗിൾ 30 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ 30ക്ക് എതിരെ വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാല്യൂ എത്രയാണ്? 1. ഇനി ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എത്രയാണ്? 2.
സോ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്യുമ്പോൾ 1/2 എന്ന് ലഭിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്പോൾ സൈൻ 30 എത്ര കിട്ടി? 1/2 എന്ന് ലഭിച്ചു. ഇനി എന്താണ്? കൊസീക്ക് 30 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊസീക്ക് 30യുടെ ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ ജസ്റ്റ് വിൽക്രമം, ഇതിനെ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്കും, അംശത്തിലുള്ളത് ഛേദത്തിലേക്കും ഛേദത്തിലുള്ളത് അംശത്തിലേക്കും മാറ്റി എഴുതുക. ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 2. ഓപ്പോസിറ്റ് സൈഡോ 1. സോ 2/1. നോക്കൂ, 1/2ൻ്റെ റെസിപ്രോക്കൽ അല്ലേ 2/1. അപ്പോൾ സൈനും കോസീക്കും റെസിപ്രോക്കലായി വന്നു. ദാറ്റ് ഈസ് 1/sin ഈസ് ഈക്വൽ ടു കൊസീക്ക്. ഇതുപോലെ ഫൈൻഡ് cos 30 and sec 30 by drawing a triangle below. Find tan 30 and cot 30 by drawing same triangle below. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. It's just like an assignment. So that's all about this video. Thank you.